പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജനുവരി മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ഞാനെപ്പോഴും അന്തോനീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അന്തോനീസ് പുണ്യാളൻ എൻ്റെ അപ്പച്ചനായിട്ട് വരെ ഞാൻ കാണാറുണ്ട്. എന്നെ വളർത്തി വലുതാക്കിയത് അന്തോനീസ് പുണ്യാളനാണെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. നമ്മുടെ സഭയില് ആയിരക്കണക്കിന് ആൾക്കാർ വിശുദ്ധ അന്തോനീസിനോട് വലിയ ഭക്തിയുള്ള ആളുകളാണ്. വിശുദ്ധ അന്തോനീസിന്റെ പാതുവായില് ഞാൻ അനവധി തവണ പോയിട്ടുണ്ട്. അന്തോനീസ് പുണ്യാളന്റെ അടുത്ത് അവിടെ താമസിച്ച് അന്തോനീസ് പുണ്യാളന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒരു ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രത്യേകം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും വസ്തുക്കള് തിരികെ കിട്ടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ആ ചിതറിപ്പോയ ബന്ധങ്ങള് കൂട്ടിയോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും രീതിയിൽ ഭവനമില്ലാത്ത മക്കള് ഇതിൽ പങ്കെടുത്ത് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു സ്ഥലക്കച്ചവടം നടക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്തില് അതിരില് മറ്റുള്ളവരുടെ ഇങ്ങനെ കയ്യേറ്റം മൂലം ആ കേസും ആ വഴി അടക്കപ്പെട്ടത് മൂലമുള്ള വേദനകളാൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അച്ഛൻ ഇന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് നീതി നടപ്പാക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കയ്യൊക്കെ കാണിച്ച് ആരെങ്കിലും നിങ്ങളെ ദ്രോഹിക്കുകയോ നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങളുടെ വസ്തുവകൾ പിടിച്ചടക്കുകയോ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഏതെങ്കിലും നിങ്ങൾക്ക് തരാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണുനീരോടെ ആ മേഖലയിൽ ഒരു വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ അനുദിനമുള്ള ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. പല കുരുക്കിലും പെടാതെ ഈ അനുദിന പ്രാർത്ഥന നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും. നിങ്ങള് അറിയാതെ കുഴികളിൽ വീഴാതെ കർത്താവ് കാത്തുകൊള്ളും. തന്റെ മാലാഖമാരെ അയക്കും. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ അയക്കും. വിശുദ്ധ മിഖായേലിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ദിവസം കർത്താവ് നൽകും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ജെറമ്യ പ്രവാചകന്റെ വചനമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ജെറമ്യ 20-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. ജെറമ്യയുടെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. അതായത് സ്വന്തക്കാരെന്ന് കരുതിയവർ പോലും ശത്രുക്കളായി മാറിയിരിക്കുക. സഹായിക്കേണ്ടവര് സഹായിക്കാതെ പരിഹസിക്കുക. അവരെ എല്ലാവരും കുറ്റപ്പെടുത്തുക. എങ്ങനെയെങ്കിലും ജെറമ്യയെ തകർക്കണം, ജെറമ്യയെ കൊല്ലണം, ജെറമ്യയുടെ നാശം ആഗ്രഹിക്കുന്നവരാണ് ജെറമ്യയുടെ ചുറ്റും. നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സുഹൃത്തെന്ന് കരുതിയവര് സുഹൃത്തല്ലാതായി വരുന്നവര്, നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് അപമാനിക്കപ്പെട്ടത്, മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ മൂലം നമ്മുടെ നാശം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിലോ നമ്മുടെ സ്വന്തക്കാരാണെങ്കിലോ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നാം കരുതിയവര് വളരെ നിഗൂഢമായിട്ട് നമുക്കെതിരെ ഏതെങ്കിലും തരത്തില് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, കൂടോത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആഭിചാരം ചെയ്യുന്നുണ്ടെങ്കിൽ, സാത്താൻ സേവയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ, കൈവശത്തിന്റെ ആ ക്ഷുദ്രക്രിയകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവര്, അങ്ങനെ ജെറമ്യയെ തകർക്കാൻ വേണ്ടി അവരാഗ്രഹിച്ച സമയത്താണ് ജെറമ്യ പ്രവാചകനെ ആശ്വസിപ്പിച്ച വചനം. അവിടെ ഈ ലോകത്ത് ആരുമില്ല എന്നെ സഹായിക്കാൻ. എന്റെ ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, ആരുമില്ലാത്ത ഒറ്റപ്പെട്ടു പോയ ആ ഒരു അന്തരീക്ഷം, ആ ഒരു ഇരുട്ട്, തലയിൽ ഇരുട്ട് കയറുന്ന നിമിഷം, ജീവിതത്തിൽ ഇരുട്ട് കയറുന്ന നിമിഷം, ഞാൻ എന്താണ് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം?
ഈ മാരകമായ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതകളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ വരുന്ന ആ വർഷകാലം വരുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട്, ഞങ്ങൾക്കൊരു ഭവനം അത് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവർക്കുള്ള വചനമാണ് ജെറമ്യ തരുന്നത്. എന്നാൽ ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവിന്റെ പക്ഷത്തുണ്ട്. ഒരു വീരയോദ്ധാവിനെ പോലെ ദൈവം എന്റെ പക്ഷത്തുണ്ട്. എന്റെ യാത്രയുടെ കൂടെയുണ്ട്, എന്റെ ജോലിയുടെ മേഖലയിലുണ്ട്, എന്റെ കുടുംബ ജീവിതത്തിലുണ്ട്, എന്റെ കുഞ്ഞിന്റെ പഠന മേഖലയിലുണ്ട്, എന്റെ കുഞ്ഞിന് ബുദ്ധിമുട്ടുള്ള വിഷയത്തിന്റെ കൂടെ ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവുണ്ട്. എന്റെ പീഡകർക്ക് അതുകൊണ്ട് തന്നെ കാലിടറും. എന്റെ നാശം ആഗ്രഹിക്കുന്നവർക്ക്, എന്റെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക്, എന്നെ പരദൂഷണം പറഞ്ഞ് തളർത്താൻ നോക്കുന്നവർക്ക്, എന്റെ ശുശ്രൂഷകളെ തകർക്കാൻ നോക്കുന്നവർക്ക്, എന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്നവർക്ക്, എന്റെ സമ്പത്തിനെ തകർക്കാൻ നോക്കുന്നവർക്ക്, എന്റെ കുടുംബം തകർക്കാൻ നോക്കുന്നവർക്ക് അവരുടെ കാലിടറും. കാരണം അവർ എന്റെ മേൽ ഒരിക്കലും വിജയം വരികയില്ല. കാരണം ഞാൻ ഈ അനുദിന ഡെലിവറൻസിന്റെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ രാവിലെ തന്നെ കർത്താവിന്റെ അസാധാരണമായ സംരക്ഷണം എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ വീടിനും എന്റെ യാത്രകൾക്കും കിട്ടുകയാണ്. അപ്പോൾ അവിടെ ഒരു ദുഷ്ടശക്തിയോ, ഒരു പാമ്പോ, ഒരു തേളോ, ഒരു പാറ്റയോ, ഒരു പഴുതാരയോ, ഒരു ക്ഷുദ്രജീവിയോ, ഒരു വന്യമൃഗമോ, ഒരു പരദൂഷകനോ, ഒരു തിന്മയോ, ഒരു കൂടോത്രമോ, ഒരു ദുഷ്ടശക്തിയോ അവിടെ പ്രബലപ്പെടുകയില്ല. മക്കളെ, അവരെ വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിച്ച് തലതാഴ്ത്തും. സാത്താൻ ലജ്ജിക്കപ്പെടും, ദുഷ്ടശക്തികൾ ലജ്ജിക്കപ്പെടും, ശത്രു തകർക്കപ്പെടും. അവന്റെ തല താഴ്ത്തും. അതിരുകല്ല് തോണ്ടുന്നവൻ തകർക്കപ്പെടും. അവൻ നിന്റെ വീട്ടില് മദ്യം കൊണ്ടുവന്ന് നിന്റെ ഭർത്താവിനെ തകർക്കാനായിട്ട് ബോധപൂർവ്വം ശ്രമിക്കുന്നവൻ തകർക്കപ്പെടും. നിന്റെ കുടുംബജീവിതം തകർക്കാനായിട്ട് ബോധപൂർവം നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ശത്രുക്കൾ തകർക്കപ്പെടും. കാരണം എന്താണ്? അവർ ലജ്ജിച്ച് തല താഴ്ത്തും. കാരണം നിന്റെ കൂടെ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവിന്റെ കരം നിന്റെ കൂടെ ഉണ്ടാകും. കർത്താവിന്റെ ശക്തി നിന്റെ കൂടെ ഉണ്ടാകും. കർത്താവ് നിനക്ക് അഭയം നൽകും. ഇസ്രായേൽ ജനത്തെ മേഘസ്തംഭമായി തീ സ്തൂപമായി സംരക്ഷിച്ചതുപോലെ ഇന്നേ ദിവസം നിന്റെ കുടുംബത്തിന്, നിന്റെ മക്കൾക്ക്, നിന്റെ തലമുറകള് അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കുണ്ടാകുന്നത് നിന്ദ്യമായ അപമാനമാണ്. അതൊരിക്കലും വിസ്മരിക്കാൻ. നിന്റെ ശത്രുവിന്, നിന്നെ തകർക്കാൻ നോക്കുന്നവന്, നിന്നെ കാലിൽ പിടിച്ച് വലിച്ചിടുന്നവന്, നിന്റെ സമ്പത്ത് തകർക്കാനായിട്ട് നുഴഞ്ഞു കയറിയവന്, നിന്റെ പറമ്പിന്റെ അതിരുകല്ല് തോണ്ടുന്നവന്, അവര് എന്നേക്കുമായി തകർക്കപ്പെടുക. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന, കർത്താവെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഡെലിവറൻസ് പ്രാർത്ഥന അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലാണ് ചൊല്ലുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി. അത് അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. സ്പിരിറ്റോ del Signore, Spirito di Dio Padre, Figlio e Spirito Santo, Santissima Trinità, Vergine Immacolata, Angeli Arcangeli e Santi del Paradiso, scendete su di questo popolo, fondici Signore, plasmaci Signore, riempici Signore, usaci Signore, caccia via da loro tutte le forze del male. എല്ലാ തിന്മയുടെ അരൂപികളെ അച്ഛൻ ബന്ധിക്കുക. കാച്ച via da loro tutte le forze del male, aniendele, distruggele, perché questo popolo, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും, perché questo popolo possono stare bene e operare bene.
അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സം ഇനി ഉണ്ടാക്കാൻ പാടില്ല. Caccia via da loro i malefici, le stregonerie, le magie nere, le messe nere, le fatture, le legature, le maledizioni, il malocchio, i riti satanici, i culti satanici, le consacrazioni satana. Spessa ogni legame con Satana. സാത്താനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തകർക്കപ്പെടട്ടെ. സാത്താനുമായിട്ടുള്ള എല്ലാ കെട്ടുകൾ തകർക്കപ്പെടട്ടെ. Caccia via da loro l'infestazione diabolica, la possessione diabolica, l'ossessione diabolica, tutto ciò che è male, peccato, invidia, gelosia, perfidia, la malattia fisica, psichica, morale, spirituale, diabolica. Brucia tutti questi mali nell'inferno, perché non abbiano mai più toccare questo popolo e nessun altro creatura del mondo. ഈ ദൈവജനത്തെ തൊട്ട് കളിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെ കത്തിച്ചാമ്പലാകട്ടെ. Brucia tutti questi mali nell'inferno, perché non abbiano mai più a toccare questo popolo e nessun altro creatore del mondo. Ordino e comando con la forza di Dio Onnipotente. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, nel nome di Gesù Cristo Salvatore, per l'intercessione Vergine Immacolata, col potere che ho con il mio sacerdozio dalla Chiesa, benché indegno a tutti spiriti immondi, a tutte le presenze che molestano questo popolo. ഈ ജനത്തെ നിരന്തരം പീഡിപ്പിക്കുന്ന സകലവിധ ദുഷ്ടാരൂപികളോട് കൽപ്പിക്കുന്നു, lasciare immediatamente, di lasciare definitivamente, di andare nell'inferno eterno, incatenati da San Michele Arcangelo, da San Gabriele, da San Raffaele, di nostri angeli custodi, scacciati sotto il calcagno della Vergine Santissima Immacolata. എല്ലാ ദുഷ്ടശക്തികളും പരിശുദ്ധ അമ്മയുടെ ലൂർദ് മാതാവിന്റെ കാലിന്റെ കീഴില് തകർക്കപ്പെടട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സകലവിധ ദുഷ്ട അണുക്കളെയും ദുഷ്ടാരൂപികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തില് അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലാണ് ബന്ധിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഈ അനുദിന ഡെലിവറൻസ് പ്രയർ എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഇത് വലിയൊരു ശുശ്രൂഷയായിട്ട് എടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളെ അച്ഛൻ ദത്തെടുക്കുകയാണ്. അച്ഛൻ നിങ്ങളെ ഓരോരുത്തരും ദത്തെടുക്കുക. അതെന്റെ മക്കളായിട്ട് സ്വീകരിച്ച് ഞാൻ ബലിയർപ്പിക്കുന്ന അൾത്താരയിൽ നിങ്ങളെ സമർപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കും, ഈശോയുടെ മുമ്പിൽ കരയും. ആ കുരുക്കുകൾ അഴിയാൻ വേണ്ടി, ആ സാത്താൻ വിട്ടുമാറാൻ വേണ്ടി, ആ തിന്മയുടെ അരൂപികൾ വിട്ടുമാറാൻ വേണ്ടി. അതിനാല് നിങ്ങൾ ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കണം. ഈ അനുദിന ഡെലിവറൻസ് പ്രയർ സ്വർഗം ഈ കാലഘട്ടത്തില് സമ്മാനമായിട്ട് നൽകിയതാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം മുഴുവൻ കർത്താവിന്റെ ഈ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ മേലെപ്പോഴും ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.